വീട്ടിലെ ഫുഡ് ഉണ്ടാക്കിയാൽ നമ്മളിങ്ങനെ കൊണ്ടുപോയാണ്ട് കളയില്ലേ. നമ്മളപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ഈ പലസ്തീനത്തെ ഗാസത്തെ കുട്ടികൾ നാലിച്ച് നോക്കി ഞങ്ങൾ അത് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ട് അവിടെ? ഒന്നുമില്ല, പച്ചവെള്ളം പോലും കിട്ടാനില്ല. വീഡിയോസ് കാണുന്നുണ്ടാവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ ഒക്കെ ഉണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. 100-90% ആൾക്കാർക്ക് ഫുഡ് കിട്ടണോ, ബാക്കി 10% ആൾക്കാർക്ക് ഫുഡ് കിട്ടണില്ല. ഞങ്ങൾ ഈ പലസ്തീനത്തെ കുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഫുഡ്, ചോറില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് വിശക്കുന്നു ലോകമേ. ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നതാണ് തുള്ളി വെള്ളമില്ലാതെ കിട്ടാൻ പറ്റുക. ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് കെട്ടിയേട്ട മരണേക്കാരൊക്കെ ഒരു ഉറ്റി വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ ചോറ് വന്നാൽ ചോറിനും വേണ്ടി അടിയാണ്. തികയൂല അതിനും വേണ്ടി കിട്ടാൻ, ചോറ് കിട്ടാനും വേണ്ടി. എന്നിട്ട് അതിൽ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ എവിടെ ജീവിക്കണം എന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ഭൂലോകത്ത് അങ്ങനത്തെയും കുറേ ആൾക്കാരുണ്ട്. ഈ പട്ടിണി പരിവട്ടമായിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ഉണ്ടായിട്ടാണ് നമ്മൾ എത്ര വെച്ചാൽ ഫുഡാണ് നമ്മൾ കൊണ്ടേ കളയണേ. എല്ലാം കണക്കുണ്ട് അതിനൊക്കെ.